നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്ദു തമ്പിയാണ്. ഇന്ദു തമ്പിയെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് കേരളയായിട്ട് ന്യൂസ് പേപ്പറിൽ അച്ചടിച്ച് വന്ന ആ ചിരിക്കുന്ന മുഖം, വർഷങ്ങൾക്ക് മുമ്പുള്ള മുഖമാണ്. നമ്മൾ ഓർത്തു വെക്കുന്ന വളരെ ചുരുക്കം ഫേസസ് ആണ് കലാതിലകമായവരുടെയും അതുപോലെ തന്നെ മിസ് കേരളയാരുടെയും ഫേസസ് വളരെ ചുരുക്കം ഫേസസിൽ ഒന്നാണ്. ആ ഒരു വളരെ യുണീക്കായിട്ടുള്ള ഫേസിനുടമയാണ് മിസ് കേരളയായിട്ട് വന്ന് അഭിനയത്തിലേക്ക് കടന്ന ഇന്ദു മാമിനെ ഞങ്ങളുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു തന്നെയാണ് ചോദിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്. അതായത് മിസ് കേരളയായിട്ട് വന്ന ആ ഒരു പിക്ചർ ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ മാത്രമല്ല, ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ദു തമ്പി. യെസ്, അതാ അന്നുള്ളത് അതൊരു പിക്ചർ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറേഷൻ്റെ മനസ്സിൽ നിന്ന്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു എൻട്രിയും എങ്ങനെയാണ് ആ ഒരു മിസ് കേരള എന്നുള്ളവർക്ക് വരണം എന്നൊക്കെ തോന്നിയത്? മിസ് കേരള എന്നൊരു പ്രോഗ്രാമിൽ ഞാൻ വരണമെന്ന് ആക്ച്വലി എൻ്റെ എൻട്രി കൊടുത്തത് എൻ്റെ അച്ഛനാണ്. ഓക്കെ. എനിക്കൊരു ചേച്ചിയുണ്ട്, അപ്പോൾ ചേച്ചിയുടെയും എൻ്റെ എൻട്രി കൊടുത്തത് എൻ്റെ അച്ഛനാണ്. സോ ഞാൻ യൂഷ്വലി ഈ പേഴ്സണാലിറ്റി കോൺടെസ്റ്റിലൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, കോളേജിലൊക്കെ കിഡ്സിൽ അങ്ങനത്തെ ഓരോ ഇപ്പം മിസ് ഇവാനിയോസ്, മിസ് ഓൾ സെയിൻസ് എന്നൊക്കെ ഓരോ കോമ്പറ്റീഷൻസ് കാണുമല്ലോ. അതെ, അങ്ങനത്തെ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിൻ്റെ പേര് ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു ബ്യൂട്ടി പേജ് ഉണ്ടല്ലേ, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, അല്ല, അത് ഇറ്റ് ഇസ് ജസ്റ്റ് നോട്ട് അബൌട്ട് ബ്യൂട്ടി, ഇറ്റ്സ് അബൌട്ട് ബ്രെയിൻസ് ഓൾസോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ഐ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്, വൈ നോട്ട് എന്ന രീതിയിൽ അങ്ങനെ നമ്മൾ പോയതാണ്. അങ്ങനെ പോയപ്പം ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചില്ല, ബട്ട് ഐ ഗോട്ട് മിസ് കേരള ആൻഡ് ഇറ്റ് വാസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എൻ്റെ ലൈഫിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ മാറിയ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ. ആ മിസ് കേരളയിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യമുള്ളവരായിരിക്കും. അല്ല, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കില്ലേ ഒരു ഫൈനൽ റൗണ്ട്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിലേറ്റവും നമ്മൾ പലപ്പോഴും പ്രിയങ്ക ചോപ്രയുടെ അടുത്തൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഭയങ്കര ഡിസിസീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ? എന്താണ് ക്വസ്റ്റ്യൻ? എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് അബൌട്ട് സംതിങ് റിലേറ്റഡ് ടു വേൾഡ് പീസ്. എന്താണ് അതിൻ്റെ കാര്യം, അങ്ങനത്തെ ഒരു വാട്ട് ഡു യു തിങ്ക് മേക്സ് ദ വേൾഡ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളായിരിക്കും. അപ്പം അങ്ങനത്തെ ഇതിനകത്ത് നമുക്ക് വി ആർ ജസ്റ്റ് ഗിവൺ 5 seconds 10 seconds തരും. നമ്മൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പെൻസിലും പേപ്പറും തരും, നമ്മുടെ തോട്ട്സ് എല്ലാം കളക്ട് ചെയ്യുക ആൻഡ് ഹൗ യു പ്രസൻറ്റ് ഇറ്റ്, അതിലാണ് അതിൻ്റെ പോയിന്റ്. അപ്പം യൂഷ്വലി നമ്മളെല്ലാവരും കൂടെ ചിന്തിച്ചു, ഒരു 5 seconds എല്ലാവരും നിന്നു, എഴുതി. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ അടുത്ത് മൈക്ക് പോയിട്ട് ഒരാൾ വന്ന് ചെക്ക് ചെയ്യും നമ്മൾ ഇതന്നെയാണോ പറയുന്നത് എന്നത്. ആൻഡ് വി ജസ്റ്റ് കെയിം ഔട്ട്. I think I presented it well in the point. Maybe that's why it was decisive. അതുപോലെ അതിൽ ഒത്തിരി റൗണ്ട്സ് ഉള്ളൊരു സംഭവമാണല്ലോ മിസ് കേരള. ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒത്തിരി റൗണ്ട്സ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ റൗണ്ട്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൗണ്ട് ഏതായിരുന്നു? ഒരു ഗ്രൂമിംഗ് സെക്ഷനൊക്കെ എന്തായാലും തന്നിട്ടുണ്ടാവുമല്ലോ. നമുക്ക് വി വർ ആക്ച്വലി ആസ്ക്ഡ് ടു സ്റ്റേ. ഒരു 2 weeksoളം നീണ്ട ഒരു സ്റ്റേ ഉണ്ടായിരുന്നു. വി ഹാഡ് എ ഗ്രൂമിംഗ് സെഷൻ. അതിനായിരിക്കും നമുക്ക് ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട്. സോ ഈ ടൈറ്റിൽസിനകത്ത് പലതരം കോമ്പറ്റീഷൻസ് ടൈറ്റിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് ഈ ഗ്രൂമിംഗ് സെഷൻ്റെ ഇടയിലാണ്. Maybe a lot of things like related to skin, the ability to talk, speak, culture, എല്ലാം മനസ്സിലാക്കുന്ന അവർ പല ടൈറ്റിൽസിൽ ഇതാണ്. അപ്പം ഈ ഒരു ടൈമിൽ വീവർ ഒരു കമാഡറി ഒരു ഫ്രണ്ട്ഷിപ്പും പല റൗണ്ട്സിനുള്ള ഡ്രസ്സിങ്ങും അതിനുള്ള അപ്പാരൽസും ഒക്കെ കറക്റ്റ് ചെയ്യുന്നതും ഈ ടൈമിലായിരുന്നു. അപ്പം എൻ്റെ ഫേവറേറ്റ് റൗണ്ട് എന്ന് പറയുന്നത് വാസ് എ റൗണ്ട് വെൻ ഐ തിങ്ക് ദ സെക്കൻഡ് റൗണ്ട് നമ്മളൊരു മോഡേൺ ക്ലോത്ത്സിലാണ്. ഫസ്റ്റ് മോഡേൺ ക്ലോത്ത്സ് വി ആർ ഓൾ ഡാൻസിങ്. അതുകൊണ്ടാണ് ആ റൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര എല്ലാവർക്കും ഒരേപോലെ കൊറിയോഗ്രഫി സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ച് കൊടുത്ത് എവറിബഡി വാസ് ലൈക്ക് ഡാൻസിങ്. ദാറ്റ് വാസ് ഫൺ ടു ഡു. ഓക്കെ. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ അച്ഛൻ ഇങ്ങനെ എൻട്രി കൊടുത്തിട്ട് അതിലേക്ക് പോയി. അതിന് എപ്പോഴാണ് അഭിനയത്തിലേക്ക്? അഭിനയവും ഇതുപോലെ കോളേജ് സ്കൂൾ ലെവൽസിൽ തിയേറ്റർ, ഡ്രാമ, സ്കിറ്റ്, നാടകം, അല്ലാതെ തന്നെ ഫോക്ക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, എല്ലാ ഡാൻസുകളിലൊക്കെ ഉള്ള കൂട്ടങ്ങളായിരുന്നു. സോ സിനിമയിലോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ അതൊരു പ്രൊഫഷനായിട്ട് അവർ കാണുന്നില്ല. അപ്പം ഈ മിസ് കേരള കിട്ടിയപ്പോൾ അത് അങ്ങനെ ഒരു ഓപ്ഷൻ തുറന്നു വരികയാണ് ചെയ്തത്. അപ്പം എനിക്ക് എപ്പോഴും പുതിയൊരു സാധനം വരുമ്പോൾ വൈ നോട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അതിനകത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നോ മോർ അബൌട്ട് ഇറ്റ് ആൻഡ് ദെൻ ഗോ അഹെഡ്. സോ ദാറ്റ്സ് വാട്ട്. എൻ്റെ ഫാമിലി അതുപോലെ സപ്പോർട്ട് ചെയ്തു. സോ ഐ തോട്ട് ഐ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അങ്ങനെയാണ് ഫിലിമിലോട്ടുള്ളൊരു എൻട്രി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വർക്ക് ചെയ്ത തുടക്ക സമയത്തിൽ വർക്ക് ചെയ്ത ഫിലിംസും അതിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് പറയാം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്തത് നമ്മുടെ അനബെല്ല എന്നൊരു സിനിമയാണ്.
അത് തമിഴിലും മലയാളത്തിലും ഇറങ്ങി, നിഴൽ എന്ന പേരിൽ ഇറങ്ങി. അപ്പം ദാറ്റ് വാസ് എ ഗുഡ് പ്രോജക്റ്റ്. ഇതിന് നോ ഹൗ കിട്ടുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ ഫാദേഴ്സ് ഡേ എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഐ ഗോട്ട് ടു ഒരു ബ്രേക്ക് എടുത്തു. ദെൻ ഐ കെയിം ടു കെ രാജീവ് സാറിൻ്റെ സീരീസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇതിലൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കംഫർട്ട് ലെവലോ ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയില്ല. എന്നുവെച്ചാൽ എനിക്ക് പൊതുവെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതല്ല. ഐ ഡോണ്ട് ഹാവ് കണക്ഷൻസ് ആസ് സച്ച്. സോ ഒരുപാട് ഒരു കോംപ്ലക്സ് ആയൊരു ഫീൽഡാണ്. ആക്ടിങ് എന്നൊരു പാഷൻ കിടക്കുമ്പോൾ അതിന് മര്യാദയ്ക്ക് പഠിച്ച് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത്രയും നമ്മളൊരു ഡിറ്റർമിനേഷനും നമ്മളും നന്നായിട്ട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ എന്ന് വെച്ചാൽ ചുമ്മാ കയറി നിന്ന് ഓക്കെ എന്ന രീതിയിൽ ചെയ്യുന്നത് അതിൽ ഐ don't believe in that. So അതുകൊണ്ട് I wanted to learn. So ഞാൻ കേട്ടു കെ രാജീവ് സാർ ആണെങ്കിൽ ഒരു സീരീസ് എടുക്കുന്നത്. ഇറ്റ്സ് 100 episode series. So it's like a long film. അപ്പോഴൊന്നും OTT പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതിൽ വന്നേനെ. ദാറ്റ് കൈൻഡ് ഓഫ് എ ഫിലിം. ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ഫ്രം ദ ഒറിജിനൽ എവിടെ ഉണ്ടായിരുന്ന സീരിയൽസിനെക്കാട്ടും ഭയങ്കര വ്യത്യാസം, സ്ക്രിപ്റ്റും വ്യത്യാസം. പിന്നെ പുള്ളിക്കാരൻ്റെ സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ യു ക്യാൻ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പം അങ്ങനെ ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഐ തോട്ട് വൈ നോട്ട്, ഐ ട്രൈ ഇറ്റ് ഔട്ട്. സോ അങ്ങനെ വന്നു, ട്രൈ ചെയ്തു, കുറേ കാര്യങ്ങൾ പഠിച്ച് കിട്ടി. അപ്പം ദെൻ ഐ തോട്ട് ഓക്കെ നൗ ഐ വാസ് റെഡി ആൻഡ് ഐ വാസ് വെയിറ്റിംഗ്. നല്ല വേറൊരു ഓപ്പർച്യൂണിറ്റി വേണം. സോ ഐ തോട്ട് ഐ വാണ്ടഡ് ടു ട്രൈ സംതിങ് ന്യൂ ആൻഡ് ഐ വാസ് വെയിറ്റിംഗ്. കാരണം ഇതുപോലെ എനിക്ക് ചുമ്മാ ചാടിക്കറി വെറുതെ ഒരു സിനിമയിൽ വന്നു എന്ന പേര് എനിക്ക് വേണ്ട. ഐ വോണ്ട് ടു ട്രൈ. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പം സത്യൻ അന്തിക്കാട് സാറിൻ്റെ മകൻ അഖിൽ സത്യൻ ഈസ് എ ഗുഡ് ഫ്രണ്ട്. അപ്പോൾ പുള്ളിക്കാരെ ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു കുട്ടി ക്യാരക്ടറാണ്, പക്ഷേ ഇറ്റ്സ് എ വെരി സ്വീറ്റ് ക്യാരക്ടർ. ഈ ക്യാരക്ടർ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. അപ്പം ഇത് ഇറ്റ്സ് എ വെരി ആ സ്വീറ്റ്നെസ് വരണമെങ്കിൽ അതുപോലെ അതിനെ പ്രസൻറ്റ് ചെയ്യണം. അപ്പം എന്നുവെച്ചാൽ അതിലൊരു പ്രത്യേക ഒരു ലൈറ്റ് ഇങ്ങോട്ടോ അങ്ങോട്ടോ പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് ബട്ട് സ്വീറ്റ് ക്യാരക്ടർ. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാൻ. അപ്പം നാച്ചുറലി സത്യൻ അന്തിക്കാട് സാർ നമ്മുടെ മൂവീസിൻ്റെ ഇതിലൊരു ലെജൻഡാണ്. അപ്പോൾ വൈ നോട്ട്? അപ്പം ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യാം. ഇവൻ ദോ ഇറ്റ്സ് എ സ്മോൾ ക്യാരക്ടർ, ഐ ഹാവ് ടു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ എൻ്റെ മെയിൻ അട്രാക്ഷൻ അതായിരുന്നു. പിന്നെ ഈ ക്യാരക്ടർ ജെസ്സി എന്ന ക്യാരക്ടർ ഭയങ്കര സ്വീറ്റാണ്. അപ്പം അതും ഒരു പ്രത്യേകതയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്ത് നോക്കി. ആൻഡ് ദാറ്റ് വാസ് എ ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. എന്നുവെച്ചാൽ അതുപോലെ ഐ നീഡ് സംതിങ് സ്പെഷ്യൽ. അല്ലാതെ ഐ ഡിഡ്ന്റ് വോണ്ട് ടു ജസ്റ്റ് പുട്ട് നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ബാനർ, ഇനി കുറച്ചും കൂടെ എനിക്ക് എടുക്കാനുള്ള ഒരു കഴിവുണ്ട്, ഐ ക്യാൻ ഡു മോർ എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു കുറച്ച് ലെങ്തി ആയിട്ടൊരു ഫിലിമിൽ പോർട്രേ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഐ തോട്ട് ഐ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് രാജേഷ് നായർ സാറിൻ്റെ 18 hours സ്ക്രിപ്റ്റ് ഡിസ്കഷൻ വരുന്നതും. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിൽ രാജേഷ് സാറിന് പറഞ്ഞ് ഇയാള് കുറെ നാളായിട്ട് എഴുതുന്നില്ലല്ലോ, നല്ലൊരു ക്യാരക്ടറാണ്, തനിക്ക് എഴുതൂടെ എന്ന് ചോദിച്ചില്ല. അപ്പോൾ ഞാൻ യെസ്, അതിൻ്റെ സ്ക്രിപ്റ്റിൽ നിന്നൊക്കെ ഫുൾ കേട്ടപ്പോൾ ഐ സെഡ് വൈ നോട്ട്, ഇറ്റ്സ് എ വെരി ഗുഡ് ക്യാരക്ടർ, ഭയങ്കര പവർഫുൾ ആണ്, സ്ട്രോങ് ആണ്, ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട് അതിനകത്ത്, ലൈക്ക് സ്റ്റണ്ട് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ഞാൻ വിചാരിച്ചു ഇറ്റ് ബി ഫൺ. അപ്പോൾ അനവില്ലയിൽ തന്നെ നമ്മൾ അത് തുടക്കമാണെന്ന് പറയത്തില്ല. ഫാദേഴ്സ് ഡേ ആയപ്പോൾ ഒരു പാവം, ഒരു കുറച്ചൊരു അന്വേഷിയാണെങ്കിലും ഒരു പാവം ഒരു ലുക്കുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോമോന് സുവിശേഷം, അതിപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ ഡോക്ടർ ജെസ്സി അല്ലേ, അത് ദുൽഖറിൻ്റെ ഒരു ഏട്ടത്തിയമ്മ, ദുൽഖറിൻ്റെ ഏട്ടത്തിയമ്മയായിട്ട് വന്ന് ദുൽഖറിനെ സഹായിക്കുന്ന ഒരു ക്യാരക്ടർ. സ്വാഭാവികമായിട്ടും ദുൽഖർ ഫാൻസിനെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്ദു തമ്പിയെക്കാട്ടി കൂടുതൽ ഡോക്ടർ ജെസ്സിയോട് ഒന്ന് ഉപമിക്കാനാണ് താല്പര്യം. 18 hours കുറച്ചുകൂടെ ബോൾഡ്. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ദു മാഡം തന്നെയാണ് അത് സ്ക്രിപ്റ്റിൽ ഒരു ചെറിയൊരു വഴിത്തിരിവിന് കാരണമായത് അല്ലേ. അതായത് നമ്മുടെ ആദ്യത്തെ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ ആക്ട്രസ് അഭിനയിക്കുന്ന കഥാപാത്രം ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ടുള്ള അതിലെ ഒരു വളരെ യുണീക്കായിട്ടുള്ള ട്വിസ്റ്റ് സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നതും മാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? അത് നമ്മൾ യൂഷ്വലി സ്ക്രിപ്റ്റ് ഡിസ്കഷൻ്റെ നടുക്കിലാണ് ഈ പർട്ടിക്കുലർ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പൊതുവേ ഞാൻ ലൗഡായിട്ടാണ് അത് ചെയ്യാറ്. എന്ന് വെച്ചാൽ ഞാൻ എല്ലായിടത്തും പറയും എനിക്ക് ടൈപ്പ് 1 ഡയബറ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ്ട്, എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാണ്ട്, ഞാൻ 2 മിനിറ്റ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നു, ഇതൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് എനിക്ക് മനസ്സിൽ എവിടെയോ അവയർനെസ് കൊടുക്കണം എന്നൊരു ഫീലിംഗ് ഉള്ളുണ്ട്. കാരണം എനിക്ക് മിസ്കാരേജ് സമയത്ത് ഞാൻ ഇതൊക്കെ ഹിഡൻ ആക്കി വെച്ചത് ബാക്കിയുള്ളത് കാണിക്കേണ്ട, എൻ്റെ സൗകര്യത്തിന് ചെയ്ത് അങ്ങ് പോകുന്ന
പോകുന്ന കാര്യങ്ങളായിരുന്നു. സോ ഇതാരും അറിയുന്നില്ല ഇതിനെക്കുറിച്ച് എന്നൊരു ഫീലിംഗ് എനിക്ക് വന്നു. പിന്നെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നും കാണിക്കരുത്, അത് കാണിക്കുന്നത് തെറ്റാണ്, അവർക്ക് എന്തോ ഒരു ഇത് വരും. അപ്പം ഞാൻ എൻ്റെ ബോഡിയിൽ ഇല്ലാത്ത നിങ്ങൾക്ക് ഇൻസുലിൻ ഉണ്ട്, നിങ്ങൾ ശരീരത്തിൽ പോകുന്നു, എനിക്ക് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുന്ന കുത്തിവെക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അതുകൊണ്ട് ഐ ഡിസൈഡഡ് ടു പബ്ലിക്ലി ഡു ഇറ്റ്. കാരണം ഇതിനെക്കുറിച്ച് അവയർനെസ് തീരെ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് രീതിയിലെ പ്രെജുഡിസസും ഈ അസുഖത്തിന് സംബന്ധിച്ചു. അങ്ങനെ ഞാൻ ഓപ്പണായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരനും പെട്ടെന്ന് ഇവർ കാണുമ്പോൾ അവർ എന്താണാവോ എന്ന് തന്നെ, അപ്പം അവരെ ക്യൂരിയോസിറ്റി വരിക, അവർ ചോദിക്കാൻ എന്താ ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടൈപ്പ് 1 ഡയബറ്റിക് ആണ്, അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ ഉള്ളൊരു നല്ല മനസ്കത അവർ കാണിച്ചു. അപ്പോൾ ബോത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് ഡോക്ടർ രാജേഷ് അവർ ഇതൊരു സർവൈവൽ ത്രില്ലറാണ്, അപ്പോൾ വൈ നോട്ട് അതിനകത്ത് മെയിൻ ക്യാരക്ടറിന് ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് അത് വെച്ചിട്ട് പുള്ളിക്കാരത്തി സർവൈവ് ചെയ്യുന്നു എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു വലിയൊരു ഫീറ്റാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ എന്ന് അവർ ചിന്തിച്ചു. അപ്പോൾ അവർ എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ പോയി കാണുന്നു, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നു, സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഐ സെഡ് ഓക്കെ, ഏതായാലും നമ്മളൊന്നും ചിന്തിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ഈ ആസ്മ കാര്യങ്ങളൊന്നും അതൊന്നും ഇപ്പോൾ ഇനി വേണ്ട, അതൊക്കെ ക്ലീഷേഡായി യൂസ്ഡായി, അതുകൊണ്ട് വിൽ ട്രൈ ദിസ് വൺ. സോ ടൈപ്പ് 1 ഡയബറ്റീസ് അങ്ങനെ സ്ക്രിപ്റ്റിനകത്ത് കയറി വരികയും ചെയ്തു. ഓക്കെ, പക്ഷെ അത് ആ ഫിലിമിൽ നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു സഹതാപവും, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. പ്രേക്ഷകരുടെ സഹതാപം പിടിച്ചു പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടവും സഹതാപവും പിന്നെ ഈ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് നമുക്ക് തോന്നുന്ന ലെവലിലേക്ക് അത് വന്നിട്ടുണ്ട് സ്ക്രിപ്റ്റിനകത്ത്. അപ്പോൾ അതെന്തായാലും സിനിമയിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി അടുത്ത ഇടയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ള നമ്മുടെ ആ ഒരു ഗ്ലാസ് ഇതിനകത്ത് ഇങ്ങനെ കൈവച്ച് നിൽക്കുന്ന ആ ഒരു KK രാജീവ് സാറിൻ്റെ സ്കൂളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടി കൂടുതലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അഭിനയത്തിൽ വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? അത് വേണ്ടുവോളം സാറിൻ്റെ ഇതിൽ കിട്ടും. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, സാറിൻ്റെ കൂടെ ഒരു ഷോട്ട് എടുത്താൽ പോലും നമ്മൾ ജന്മത്ത് മറക്കില്ല ആ ഷോട്ടിൽ ചെയ്ത കാര്യം വേറൊരിടത്ത് ചെയ്യാനായിട്ടൊന്ന്. പലരും അദ്ദേഹത്തോട് സഹകരിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ സ്കൂളിനെ കുറിച്ച്? KK രാജീവിൻ്റെ അതും നല്ലൊരു സ്കൂളായിരുന്നു. ബിക്കോസ് പുള്ളിക്കാരൻ്റെ ഒരുപാട് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളോട് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് ചെയ്യാം. ക്യാരക്ടർ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനൊരു കോൺഫിഡൻസ് ആണ് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് മൂവ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് അതിനകത്തുണ്ടായിരുന്ന ബാക്കിയുള്ള ആർട്ടിസ്റ്റും അതിന് വലിയൊരു ഘടകമാണ്. ലൈക്ക് ശ്രീലക്ഷ്മി ചേച്ചിയായാലും യദുചേട്ടനായാലും അവരെല്ലാവരും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരിങ്ങനെ വരുന്നു, ഞാൻ പുതിയ ഒരാൾ, അപ്പം അവർ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടും. അപ്പോൾ നമ്മൾ ആ ഒരു കോൺഫിഡൻസോടെ ഒരു ആക്ടറിന് ഒരു ക്യാമറ ഫേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഹെവി സീൻസ് വരുമ്പോൾ അപ്പം അതിനകത്തൊരു റേപ്പ് ചെയ്യപ്പെട്ട ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ പുള്ളിക്കാരത്തിയുടെ ബുദ്ധിമുട്ട് അറിയിക്കുന്നത് പുള്ളിക്കാരത്തിയുടെ ചേട്ടനോട് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഹെവിനെസ് വേണം. അപ്പോൾ ഹീ ഡിസൈഡഡ് ദാറ്റ് ആസ് എ ഗേൾ ഐ ഡോണ്ട് ഹാവ് ടു ടെൽ യു ഹൗ ഇറ്റ് മൈറ്റ് ഫീൽ. അപ്പോൾ നിങ്ങൾ തന്നെ അത് നിങ്ങളുടെ മോനത്തോട് ജസ്റ്റ് പുള്ളിക്കാരനെ അറിയാം എന്ന് വെച്ചാൽ ആ ഒരു സിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് വെരി ഗുഡ്. കാരണം ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങും പിന്നെ ആക്ടിങ്ങിൽ എനിക്ക് തോന്നി പൊതുവെയുള്ള സീരീസിനുള്ളൊരു ആക്ടിങ് അല്ല, അതിൻ്റെ ആ ഒരു ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓവറായിട്ട് കാണിക്കില്ല, സട്ടിലായിട്ട് പക്ഷേ പവർഫുൾ ഇമോഷൻസ്. ഇത് ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒരു നോട്ടാണ് മീറ്ററാണ് പുള്ളിക്കാരൻ്റെ കിട്ടാൻ പറ്റിയത്. സോ ഇറ്റ്സ് അമേസിങ് ദാറ്റ് ഐ ഗോട്ട് ടു വർക്ക് വിത്ത് ഹിം. ഓക്കെ, അതുപോലെ തന്നെ ഈ അഭിനയത്തിൻ്റെ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് പുതിയ ഫിലിമിലേക്ക് വന്നു. ഇതിനിടയിൽ ആ ടൈപ്പ് 1 ഡയബറ്റീസ് എന്നൊരു കാര്യം ഈ ഫിലിമിനകത്ത് നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ ഒത്തിരി പേരൻസ് ഉണ്ട് കുട്ടികളെ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് വീട്ടിൽ നിർത്തുന്ന ആൾക്കാരുണ്ട്, സൊസൈറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ കുട്ടികൾക്ക് തന്നെ റെസ്ട്രിക്ഷൻ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോടൊക്കെ എനിക്ക് എന്താ പറയാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലായ്മയാണ് പൊതുവെ ആൾക്കാരുടെ ആ ഒരു ജഡ്ജ്മെന്റ് തെറ്റിദ്ധാരണയുടെ ഒക്കെ പിറകിൽ. കാരണം നമുക്കിപ്പം പണ്ട് നമ്മൾ സൂര്യനെ കാണുമ്പോൾ അത് എന്താ സംഭവം നമുക്ക് അറിയാത്ത സമയം നമ്മളതിനെ ചൂട് വരണോ എന്തോ ദൈവമാണ് എന്തോ നമ്മൾ പലതും പറഞ്ഞു. അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു അറിവില്ലാത്തൊരു കാര്യം, അത് ജീവിതകാലം മുഴുവൻ കൊണ്ടെടുക്കുന്ന ഒരു അസുഖം, അതിനൊരു ക്യൂർ ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ ചെറുതായിരുന്നപ്പോഴും ഞാൻ അമ്മോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, 7 വയസ്സിലാണ് എനിക്കിത് വന്നത്, അപ്പം അമ്മ ഈ അസുഖം മാറുമോ, ഇന്ന് മാറുമോ, നാളെ മാറുമോ, ഒരാഴ്ച കഴിഞ്ഞ് മാറുമോ? അപ്പം അമ്മ മാറുന്നേ അപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രയാസമുള്ളൊരു കുട്ടിക്ക് ഇത് മാറില്ല എന്ന് വരുമ്പോഴും ആ ഒരു സാഹചര്യം, അതിൽ ദിവസം ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് മാത്രമേ ഇതിനുള്ളൊരു പോംവഴി, അതെ ഇൻസുലിൻ ഹോർമോൺ ഇഞ്ചക്ഷൻസ് എടുക്കാനേ പറ്റത്തുള്ളൂ.
അപ്പം ഇതും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കുത്തും. അപ്പോൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം, അത് സൊസൈറ്റിയും മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് ഏകദേശം 7000 കൂടുതൽ കുട്ടികൾ ഇപ്പോൾ കേരളത്തിൽ മാത്രം ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്. ഇപ്പം ഇത്രയും നമ്മൾ മിണ്ടാതെ ഈ അസുഖത്തിനെ കുറിച്ച് അറിയാത്തത് ഇവിടെ ഇതിനെക്കുറിച്ച് പുറത്ത് പറയരുത്. കാരണം ഇനി അവരുടെ ജോലിക്കുള്ള സാഹചര്യം പല കുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. എന്തുകൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ്? ഇനി ഇയാളെങ്ങാനും ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കല്യാണ സമയത്ത് കല്യാണം മുടങ്ങിപ്പോയി കാരണം ടൈപ്പ് 1 ഡയബറ്റിക് ആണെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ചിരിയാണ് വരുന്നത്. ബിക്കോസ് ഇപ്പം നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ പുറമേയുള്ള ലോകം, അതായത് ഇതിനകത്ത് ഇന്റർനാഷണൽ ഫീൽഡിലായാലും ശരി, നാഷണൽ പുറത്തുള്ള ആൾക്കാരായാലും ശരി, അവർ കുറേ ഓപ്പണായിട്ട് ഒരുപാട് ഹൈ ലെവൽസ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ വിന്നേഴ്സ്, ഹിമാലയൻ കയറിയ ടൈപ്പ് 1 ഡയബറ്റിക്സ്, നല്ല ഫാമിലി ലൈഫ്. അപ്പോൾ ഫാമിലി ലൈഫ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല, ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികളുള്ള ഒരു ഫാമിലി ലൈഫ് ജീവിക്കുന്നതും ഒരുപാട് പേരുണ്ട്, ആണായാലും പെണ്ണായാലും. സോ ഇതൊരു തടസ്സമല്ല എന്നത് ഫീൽ ചെയ്യിപ്പിക്കേണ്ടത് സൊസൈറ്റിയും കൂടെ പറയിപ്പിച്ചാൽ കുട്ടികളിൽ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് വരും. കാരണം ഈ കുട്ടികൾ അല്ലെങ്കിലേ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുകയും കുത്തുകയൊക്കെ ഒരു ദിവസത്തിൽ 8 or 7 കുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുത്ത് കിട്ടുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ഓൾറെഡി ഒന്ന് താന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പേരൻസിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തും പ്രൊട്ടക്ഷനും മാറുന്നത് ഒരു 18 വയസ്സാകുമ്പോൾ ഇവർ സൊസൈറ്റിക്കകത്താണ് ഇറങ്ങുന്നത്. അപ്പം ഇവിടെ ഇങ്ങനത്തെ ചൂഷണം കൂടെ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കല്ല, ഈ ആൾ എന്ത് ചെയ്യുന്ന ഇഞ്ചക്ഷനോ, ഡ്രഗ്സ് എടുക്കുകയാണോ, ഇങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് സൊസൈറ്റിയിൽ നിന്ന് മാറണം. അപ്പോഴേ ആ കുട്ടികൾ അല്ലെങ്കിൽ തളർന്നു അവിടെ വീണു. കാരണം അവർക്കും ഒരു ജീവിക്കാനും അവർക്കും വളരാനും അവർക്കും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു റൈറ്റ് ഉണ്ട് സൊസൈറ്റി. അപ്പോൾ അതിനുവേണ്ടി അതിന് തടസ്സമായിട്ട് വരരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇൻഫർമേഷൻ കുറവില്ലായ്മ മാത്രമാണ്. അപ്പം ഇൻഫർമേഷൻ കൊടുക്കുക. ഇനി ലൈഫിലെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റിനെ കുറിച്ച് പറയാം. ബ്ലെസ്ഡ് ആയുള്ള മൊമെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഐ എം ഫീലിംഗ് വെരി ഹാപ്പി ദാറ്റ് 18 hours ഇൻക്ലൂഡഡ് ടൈപ്പ് 1 ഡയബറ്റീസ്. കാരണം കുറേ നാളായിട്ട് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ഇതൊരു അറ്റൻഷൻ എന്ന് വെച്ചാൽ പുറത്തൊരു ലോകത്തിന് ഇതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് വെച്ചാൽ ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ടാലും ടൈപ്പ് 1 ഡയബറ്റീസിനെ സംബന്ധിച്ചുള്ള ആൾക്കാർ മാത്രമേ നോക്കത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിക് ലോകത്തിന് തന്നെ വലിയൊരു കാര്യമാണ്, മൈൽ സ്റ്റോൺ ആണ്. ഓക്കെ. ഇനി ഈ ഒരു 18 hours എന്ന ഫിലിമിന് പല പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. അതിൽ മുഴുവൻ പെണ്ണുങ്ങളാണ്. നമുക്ക് പെണ്ണുങ്ങളെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അത്രയും പെണ്ണുങ്ങളുണ്ട് അതിനകത്ത്. പല ഏജ് ഗ്രൂപ്പിലൊരു കുട്ടികളുടെ ഒരു സർവൈവൽ സ്റ്റോറിയാണ് 18 hours എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഡയറക്ടർ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. കാരണം ഇത്രയും പേരെ മാനേജ് ചെയ്യണ്ടേ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, സെറ്റിലെ എക്സ്പീരിയൻസും ഡയറക്ടർ സാർ എങ്ങനെയാണത് കൈകാര്യം ചെയ്തത്? സെറ്റിൽ ഇപ്പം നമ്മൾ ഒരു കാര്യം പുള്ളിക്കാരൻ ചെയ്തു. മിക്ക ഈ പെൺപിള്ളേരും ഫസ്റ്റ് ടൈം ആക്ടേഴ്സ് ആണ്, പാർത്ഥവി ഒഴികെ. അപ്പം ഇവരെല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവന്ന് 1 week ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. കാരണം ഇവരെല്ലാവരും ഒന്ന് സെറ്റ് ആവാൻ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഷൂട്ട് എടുക്കുന്ന സമയത്ത് അവർ കംപ്ലീറ്റ്ലി അൺകംഫർട്ടബിൾ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പം അവരായിട്ടൊന്ന് സെറ്റാക്കി അവരുടെ ക്യാരക്ടർ നന്നായിട്ട് നോക്കണം. കാരണം ആ സമയത്ത് പുള്ളിക്കാരൻ ഇത് ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. ചിലപ്പോൾ ഹി മൈറ്റ് ബി ഇറിറ്റേറ്റഡ്. സോ അവർ കൊടുത്തില്ലെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് ഈവൻ മോർ ബിഗർ ഇഷ്യൂസ്. അതുകൊണ്ട് അവരെ കംഫർട്ടബിൾ ആക്കി നമ്മൾ അവരെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് അവർക്ക് ഇത് ചെയ്തു. അവരെന്ത് കൊടുക്കും, അവരെത്രത്തോളം കൊടുക്കും നല്ലൊരു ബോധം ആ ഡയറക്ടറിനും കിട്ടി. അങ്ങനെ വി ഹാഡ് ഒരു പ്രീ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മുടെ ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ കാടും കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ ടീമിന് ടെൻഷൻ ഇതായിരുന്നു. ഈശ്വര കിയാനെയാണ് ഏൽപ്പിച്ചിരുന്നത് ദാറ്റ് ഹി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ചുറ്റിനും എല്ലാം സേഫ് ആയിരിക്കണം. ഈ നമ്മൾ ബാക്കി ഗുണ്ടകളായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പിന്നീട് ബോഡി ഗാർഡ്സ് ആയിട്ട് ചുറ്റിനും കറങ്ങി നടക്കുകയായിരുന്നു. കാരണം ഈ കാട്ടിൽ രാത്രിയൊക്കെ ഷൂട്ട്, പുലർച്ചെ രാവിലെ ഷൂട്ടാണ്. ഇത്രയും പെൺപിള്ളേരെയും കൊണ്ട് ഈ കാട്ടിൽ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ നോക്കി. പക്ഷേ ഹി വാസ് വെരി സ്വീറ്റ്, അതായത് കംഫർട്ടബിൾ ആയിരുന്നു. എന്ത് പ്രിൻസിപ്പലിനെ ബേസ് ചെയ്തിട്ടാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്? വാട്ട് ഈസ് യുവർ മോട്ടോ ഇൻ യുവർ ലൈഫ്? മോട്ടോ ഇൻ ലൈഫ് എന്ന് പറയുമ്പോൾ സച്ച് എ ബിഗ് തിങ്. അപ്പം ഈ ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും സെയിം ആയിട്ടിരിക്കില്ല. എൻ്റെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞാൽ ഇതൊരു സർക്കിളാണ്. അതായത് നമുക്ക് ചിലപ്പോൾ നല്ല കാലം വരുന്നുണ്ടാവും, പിന്നെ ചീത്തക്കാലം വരുന്നുണ്ടാവും. പക്ഷെ നല്ല കാലം വരുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കും, ചീത്തക്കാലം വരുമ്പോൾ ഒരുപാട് ദുഃഖിക്കുകയും ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ മോട്ടോ. ദെൻ ബി പോസിറ്റീവ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റിവിറ്റി കൊടുക്കുക. നമ്മൾ കാണുന്ന ആൾക്കാർക്ക് നമുക്ക് സ്മൈൽ കൊടുക്കാൻ പറ്റുക, നമ്മൾ പോസിറ്റീവ് വൈബ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ 10 ഇരട്ടി നമുക്ക് തിരിച്ച് പോസിറ്റീവായ കാര്യങ്ങളെ നടക്കുള്ളൂ എന്നൊരു ശുഭാപ്തി വിശ്വാസം ഞാൻ ഒരിക്കലും കൈയൊഴിഞ്ഞിട്ടില്ല.
ഇനിയുള്ളതെന്ന് വെച്ചാൽ പേരൻസിൻ്റെ ഒരു ഡെഫിനറ്റ്ലി പേരൻസിനെ ഞാൻ നമിക്കുന്നു. എൻ്റെ ഒരു ഇവിടെ ഇരുന്നിട്ട് ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഞാൻ ശരിക്കും പേരൻസിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കുന്നു. ദേ സെറ്റ് ആൻ എക്സാമ്പിൾ ആക്ച്വലി. ഇതുപോലെ ഒരു അയൺ ലേഡീനെ റേസ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ പേരൻസിൻ്റെ ഒരു എങ്ങനെ എത്ര എക്സ്ട്രാ കെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതല്ല ഭയങ്കര ഇല്ല, അതിന്റെ എനിക്ക് തോന്നുന്നു മെയിനായ കാര്യം ഞാൻ ഒരുപാട് പാമ്പറിങ് ഒന്നും നടന്നിട്ടില്ല. ബിക്കോസ് ഞാൻ വളർന്നത് എൻ്റെ കസിൻസും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻസ് എല്ലാം ഗേൾസ് ആണ്, നമ്മളൊരു പെൺപടയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓടിക്കളിക്കുകയാണെങ്കിൽ ഓടിക്കളിക്കട്ടെ, ഉരുണ്ട് വീഴുകയാണെങ്കിൽ ഉരുണ്ട് വീഴും, എണീറ്റ് വരും, അങ്ങനത്തെയാണ് പൊതുവെയുള്ള ആറ്റിറ്റ്യൂഡ്. അമ്മയും എപ്പോഴും അമ്മ ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയുടെയും അച്ഛനടുത്തും പറയാം എന്നുള്ളൊരു ഓപ്പൺനെസ് അവരെപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ടൈപ്പ് ആൻഡ് ഡയബറ്റിക് ആയതുകൊണ്ട് അയ്യോ മോളെ സ്കൂളിലൊന്നും ഓടാൻ പോകരുത്, എന്താണ് യൂത്ത് ഫെസ്റ്റിൽ പോയതെന്ന്. ഞാൻ യൂത്ത് ഫെസ്റ്റിൽ പോയിട്ടുണ്ട്, സ്പോർട്സിൽ ഉണ്ടായിരുന്നു. ഞാൻ സുരക്ഷാ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ NSS പോലത്തെ NCC പോലത്തെ കാഡറ്റ് വിഭാഗം അതിലും ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഞാൻ പോയിരുന്നു. കാരണം അവരൊരിക്കലും നിനക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള തളർന്നു പോകുമ്പോഴും അമ്മ അത് കുഴപ്പമില്ല, അത് ഇതിൻ്റെ ഒരു കുറവാണ്. ഇപ്പം നീ എന്തെങ്കിലും ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നീ അതിനനുസരിച്ച് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകും, അപ്പം നിനക്ക് തളർച്ച വരില്ലല്ലോ, നിനക്കും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഒരു ഓവർകം ചെയ്യും. എന്തെങ്കിലും ഒരു നമുക്ക് നെഗറ്റീവ്സ് വരില്ല എന്ന് ഒരിക്കലും പറയല്ലോ. ഒരുപാട് നെഗറ്റീവ്സ് ആയിരുന്നു. കാരണം ഒരു കൊച്ചുകുട്ടിക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇത് എന്താ ഈ നടക്കുന്നത് എന്ന്. 7 വയസ്സ് വരുന്നുണ്ടേ. ആ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അച്ഛനമ്മയും അവരുടെ മനസ്സിൽ ടെൻഷനോ അവർ ഫിനാൻഷ്യലി ഇതൊരു വലിയ തലവേദനയാവോ, ലൈഫ് ലോങ് അല്ലേ, അതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആണ്, അതൊരു ഇമോഷണൽ ബേർഡൻ ആണ്, അവർക്ക് ഒരു ടെൻഷനാണ്. അത് അവരൊരിക്കലും എൻ്റെ അടുത്ത് എത്തിച്ചിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെ പേര്? അമ്മ ജയശ്രീ തമ്പി, ഹൗസ് വൈഫാണ്. അച്ഛൻ സുരേഷ് തമ്പി, ഹി വാസ് എ ബിസിനസ് മാൻ, റിട്ടയർഡ്. ചേച്ചി രശ്മി തമ്പി. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് ചോദിക്കാനുള്ള എനിക്ക് ഒരു 4-5 വർഷം മുന്നേ നമ്മൾ കണ്ടതെന്ന് തോന്നുന്നു, അല്ല ഇതിന് മുന്നേ. പക്ഷെ അപ്പോഴിരിക്കുന്ന പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ഈ ഒരു സൗന്ദര്യം കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് മെയിൻലി ഞാൻ എല്ലാത്തിനും ടൈപ്പ് ആൻഡ് ഡയബറ്റീസ് കയറ്റി പറയല്ല, പക്ഷെ ടൈപ്പ് ആൻഡ് ഡയബറ്റീസ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായതുകൊണ്ട് എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഉള്ളതുകൊണ്ട് എനിക്ക് പൊതുവെ തോന്നിയത് എനിക്ക് എല്ലാ ദിവസവും ഒരു 45 to 60 minutes വർക്കൗട്ട് ചെയ്യണം. അതൊരു റൂളാണ്. പിന്നെ വെള്ളം ഇത്രത്തോളം കുടിക്കണം, പിന്നെ ഭക്ഷണം കറക്റ്റായിട്ട് ഇങ്ങനെ കഴിക്കാവൂ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇതുണ്ട്. പിന്നെ എല്ലാ 3 മാസവും നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്യും, ഉറക്കം ഇത്ര തന്നെ വേണം. ഇതൊക്കെ അതിനെ ഉള്ളൊരു റൂൾസാണ്. എനിക്ക് തോന്നുന്നു സാധാരണ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ റിസ്ക് എടുത്ത് ഭക്ഷണമൊക്കെ എപ്പോഴെങ്കിലും കഴിക്കാം, ഇനിയിപ്പോൾ ഇന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നാളെ കഴിക്കാം എന്ന രീതിയിലാവും. വർക്കൗട്ട് ചിലപ്പം ഇന്ന് എനിക്ക് വയ്യ മടി, ഞാൻ നാളെ ചെയ്യാം എന്ന രീതിയിലാവും. കാരണം ഞാൻ ഭയങ്കര കുഴിമടിച്ചാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേനെ. പക്ഷേ ഇൻഫാക്ട് ഇത് ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് എല്ലായിടത്തും പറഞ്ഞു ടൈപ്പ് ആൻഡ് ഡയബറ്റിക്സിൻ്റെ സൂപ്പർ പവറാണ്. ആരും റിയലൈസ് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ആൻഡ് ഡയബറ്റിക്സ് കുറച്ചും കൂടെ അവരെ ഹെൽത്തിനെ നന്നായിട്ട് നോക്കുന്നവരാണ്. ഞാൻ ഇടയ്ക്ക് വിട്ടുപോയ ഒരു ചോദ്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ KK രാജീവ് സാറിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ 18 Hours രാജേഷ് സാറിനെ കുറിച്ച് പറഞ്ഞു. ഈ അടുത്ത് സത്യൻ അന്തിക്കാട് സാറും പ്രത്യേകിച്ച് DQ ആയിട്ടുള്ള അനുഭവം, ദുൽഖറിനെ കുറിച്ച്. ദുൽഖറിനോട് ഇക്ക ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ ഈശ്വര വലിയ സ്റ്റാറാണ്, അപ്പോൾ ചാടിയൊക്കെ ഉണ്ടാവും, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് എനിക്കേ അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ മാറി ഒതുങ്ങി പുള്ളിക്കാരനെ ഒബ്സർവ് ചെയ്യായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരുന്നു. അവിടെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മേണ്ട ഒരു സിറ്റുവേഷൻ, ഇക്ക വന്നു. അപ്പോൾ സെറ്റിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സീറ്റ് എടുക്കാൻ ഓടുകയാണ്. പെട്ടെന്നാണ് പുള്ളിക്കാരൻ വന്നത്. അപ്പോൾ അവർക്ക് വി കുഡന്റ് അറേഞ്ച് ദാറ്റ്. സോ അവിടെ വലിയ വലിയ ആർട്ടിസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഇന്നസെന്റ് അങ്കിൾ ഇരിപ്പുണ്ടായിരുന്നു, മുകേഷ് അങ്കിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വേണമെങ്കിൽ ഇതാണ് വേറെ സീറ്റ് എടുക്കുന്നത് തന്നെ. അപ്പം സത്യൻ സാർ പെട്ടെന്ന് അന്ന് നീ മറ്റേ ഇവിടെ നിന്ന് വന്ന് പുള്ളിക്കാരൻ എണീറ്റു. അപ്പം സാർ ഇരിക്കുക, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഹി ലിറ്ററലി അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തിയിരുന്നു. ഐ വാസ് അമേസ്ഡ്. കാരണം ഇത്രയും ഹംബിൾ ആൻഡ് ഡൗൺ ടു എർത്ത് ആയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഹി ഈസ് വെരി സ്വീറ്റ്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഇക്കാന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുന്ന സീൻസിനൊക്കെ പുള്ളിക്കാരൻ കൈ നിടുകയാണെങ്കിലും തിരിച്ച് നമുക്ക് കൈ നിടാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും കംഫർട്ടബിൾ ആണ്. ഇറ്റ്സ് നോട്ട് ചലഞ്ചിങ് ഓർ ഹി ഈസ് വെരി സ്വീറ്റ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് വരുന്നൊരു ഇൻപുട്ടും നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് വിൽ ഹെൽപ്പ് അസ് പെർഫോം ബെറ്റർ. സോ അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയ ഒരു ആർട്ടിസ്റ്റാണ് ഇക്ക. സത്യൻ സാറ് നാച്ചുറലി ഭയങ്കര ക്വയറ്റാണ്. അഗെയിൻ ഹംബിൾ ഡൗൺ ടു എർത്ത് മാൻ. ഭയങ്കര ക്വയറ്റാണ്. ഇങ്ങനെ വന്ന് സംസാരിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്ക് വന്ന് ഞാൻ പുസ്തകം വായിച്ചുകൊണ്ട്, ഞാൻ സെറ്റിൽ ബ്രേക്ക് വരുമ്പോൾ പുസ്തകം വായിക്കുന്ന സമയത്താണ്. അപ്പോൾ സൈഡിലിരുന്ന് മിണ്ടാതെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അയ്യോ സൈഡിൽ സത്യൻ സാർ, അയ്യോ സാർ വന്നിരുന്ന ഒന്നും പറയാത്തെന്താ സാർ എന്ന്. അല്ല ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈസ് എ വെരി സ്വീറ്റ് മാൻ. അതല്ലേ പറയില്ലേ ഈ ടാലന്റ് കയറും തോറും ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അതെ അവർ രണ്ടുപേരും ദേ ആർ ബോത്ത് എക്സാമ്പിൾസ് ഓഫ് ദാറ്റ്. ഓക്കെ. ഇനി
നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിലും ഒരു പ്രൊഫഷണൽ ലൈഫിലുമുള്ള നമുക്കൊരു ഡ്രീംസ് ഉണ്ടാവുമല്ലോ. ഞാൻ ഒരിക്കലും വല്ല ഞാൻ അടുത്ത വർഷം എന്ത് ചെയ്യുന്നു ചോദിക്കണില്ല, പ്ലാനൊന്നും നമ്മൾക്ക് നടക്കില്ല എന്നാണ് മിക്ക ലെജൻസും പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഒരു ഡ്രീം, എനിക്ക് അത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അവിടെ ഇങ്ങനെ അച്ചീവ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മേ ബി പീപ്പിൾ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കാറില്ല. ബിക്കോസ് അങ്ങനെ കൂട്ടി വെക്കാൻ പാടില്ല എന്നൊരു ചിന്താഗതി എനിക്കുള്ളതാണ്. കാരണം കാര്യം വരുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അപ്പം വരും, അപ്പം അതിൽ ആക്ട് ചെയ്യുക, പിന്നെ അതിൽ ഇത് വേണ്ടി ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്യുക. എന്നുവെച്ചാൽ ഞാൻ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചിന്താഗതി നമ്മൾ എപ്പോൾ എത്തും, ബാക്കി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അതുപോലെ വാല്യൂ കൊടുക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും നമ്മൾ അവിടെ എത്തിയണ വേണ്ടി ഒരു മീൻസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യം ഹോൾ ഹാർട്ടഡ്ലി ഫുൾ മനസ്സോടെ ഫുൾ പോസിറ്റിവിറ്റി കൊടുത്ത് ചെയ്യാന്നാണ്. അപ്പം ലെറ്റ്സ് സീ. കാരണം മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോന്നും കാസിൽ ചിന്തിച്ച് കേട്ടിട്ട് ഒരു കാര്യമില്ല. ദൈവം അവിടെ നിന്ന് ഇതൊന്നും അല്ല, ഇത് കൊടുക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു ടൈപ്പ് ആൻഡ് ഡയബറ്റീസ് കിട്ടിയതുകൊണ്ടായിരിക്കാം ഒരിക്കലും ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ എൻ്റെ ലൈഫ് പോയിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിങ്ങനെ വരട്ടെ, നല്ലതേ വരുള്ളൂ എന്നൊരു ശുഭാപ്തി വിശ്വാസം. ലെറ്റ്സ് സീ. വരാൻ പോകുന്ന പ്രോജക്ട്സ്, വരാൻ പോകുന്ന ഒരു അന്യഭാഷ പ്രോജക്റ്റ് ഉണ്ട്. പക്ഷേ അത് അവരെ തന്നെ ലോഞ്ച് ചെയ്യട്ടെ. ലോഞ്ച് ചെയ്താലേ എനിക്ക് ലോഞ്ച് ചെയ്യുള്ളൂ. ഞാനിവിടെ പുതിയ കഥകളുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ഇറ്റ് വാസ് റിയലി ഇൻസ്പയറിങ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒക്കെ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു സീരിയസ്ലി. ബിക്കോസ് അങ്ങനെ ഒത്തിരി കുട്ടികളെ ഞാനും പരിചയപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ അവരെല്ലാവരും ഗ്ലൂമിയാണ്. they feel like they are burden. അങ്ങനെ അവരുടെ പേരൻസിന്റെ ബർഡൻ ആണ്, ഹസ്ബൻഡിന്റെ ബർഡൻ ആണ്, അല്ലെങ്കിൽ കല്യാണം പ്രേമിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് കുട്ടികളുടെ ചിന്ത. ഞാൻ പറഞ്ഞല്ലോ, ആ കുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം ആ കുട്ടിയുടെ ഞാൻ ഇഷ്ടപ്പെട്ട ചെക്കൻ വേറെ എൻ്റെ കൂട്ടുകാരിനെ പ്രേമിച്ചു. സംഭവം ഞാൻ ഇങ്ങനെ ആയതോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അതിൽ അവർക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു ഇന്ന് മാമിന്റെ ടോക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അതൊരു ഡിസ്കഷൻ പോലെ തന്നെ എനിക്കും അത് നന്നായിട്ട് മനസ്സിലായി, ഉൾക്കൊള്ളാൻ സാധിച്ചു. എന്തായാലും നമ്മുടെ ദൂരദർശൻ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? കാരണം ദൂരദർശൻ നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ ഞാൻ അപ്പം മിസ് കേരള സമയത്തെ കാണുന്നതും പരിചയപ്പെട്ട ഒരു ടീമാണ്. അപ്പം എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടേ ഉള്ളൂ. ഐ എം വെരി ഹാപ്പി. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ മാം. എന്തായാലും വീണ്ടും ഒരു വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഒരു ലേഡിയെ നമുക്ക് മീറ്റ് ചെയ്യുന്നത് വരെ ഇന്ദു മാമിന് നമ്മൾ ബൈ. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. താങ്ക്സ് ഫോർ കമ്മിങ്. വീണ്ടും കാണുമ്പോൾ നന്ദി, നമസ്കാരം.